നമസ്കാരം. സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളും ഇതുവരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന റെസല്യൂഷനുള്ള ചിത്രങ്ങളും പുറത്തുവിട്ട് ശാസ്ത്രജ്ഞർ. ഹവായിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ സയൻസ് ഫൗണ്ടേഷന്റെ ഡാനിയൽ കെ ഇനുയെ സോളാർ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് ഈ അപൂർവ നിരീക്ഷണം നടത്തിയത്. സൂര്യന്റെ ഉപരിതലത്തിലെ പ്ലാസ്മ പ്രവാഹവും കാന്തിക മണ്ഡലങ്ങളും തമ്മിലുള്ള പ്രതിപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പുതിയ തെളിവുകളാണ് ഈ ചിത്രങ്ങളിലൂടെ ലഭിച്ചിരിക്കുന്നത്. പ്രശസ്ത ശാസ്ത്ര മാസികയായ നേച്ചറിൽ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സൂര്യന്റെ ഉപരിതലത്തിൽ വ്യത്യസ്ത വേഗതയിൽ പ്ലാസ്മ ഒഴുകുമ്പോൾ രൂപപ്പെടുന്ന ചെറിയ ചുഴലികളും തിരമാല സമാനമായ രൂപങ്ങളും ആദ്യമായി നേരിട്ട് കാണാൻ ശാസ്ത്രജ്ഞർക്ക് സാധിച്ചിട്ടുണ്ട്. സൂര്യന്റെ ഉപരിതലത്തിലെ സോളാർ ഗ്രാനൂളുകൾ എന്നറിയപ്പെടുന്ന പ്ലാസ്മ കുമിളകൾക്ക് ചുറ്റുമുള്ള സൂക്ഷ്മമായ കാന്തിക വ്യതിയാനങ്ങൾ കൃത്യതയോടെ ചിത്രീകരിക്കാൻ പുതിയ ടെലസ്കോപ്പിനായി. സൗര കൊടുങ്കാറ്റുകൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വലിയ തോതിൽ ഊർജം എങ്ങനെ പുറന്തള്ളപ്പെടുന്നുവെന്നും കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഈ കണ്ടെത്തൽ സഹായിക്കും. സൗരയുദ്ധത്തിന്റെ കേന്ദ്രത്തെക്കുറിച്ചും ബഹിരാകാശ കാലാവസ്ഥയെക്കുറിച്ചുമുള്ള പഠനങ്ങളിൽ വലിയ കുതിച്ചുചാട്ടത്തിന് വഴി തുറക്കുന്നതാണ് ഈ പുതിയ നേട്ടമെന്ന് ഗവേഷകർ വ്യക്തമാക്കിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞർ നടത്തിയ പുതിയ ഗവേഷണത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെയാണ്. 1. 20 കിലോമീറ്ററോളം താഴെയുള്ള സൂക്ഷ്മരൂപങ്ങൾ. സൂര്യന്റെ ഉപരിതലത്തിൽ ഒരു സൺസ്പോട്ടിന് സമീപമുള്ള സജീവമായ മേഖലയെക്കുറിച്ച് നടത്തിയ നിരീക്ഷണത്തിലാണ് 20 കിലോമീറ്ററിലും താഴെ മാത്രം വലിപ്പമുള്ള സൂക്ഷ്മരൂപങ്ങൾ ടെലസ്കോപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞത്. ഒരു ടെലസ്കോപ്പിന് പകർത്താൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന വ്യക്തതയാണിത്. 2. കെൽവിൻ ഹെൽസംഹോൾട്സ് ഇൻസ്റ്റബിലിറ്റി ആദ്യമായി സൂര്യനിൽ. 2 വ്യത്യസ്ത വേഗതയിലുള്ള ദ്രാവകങ്ങൾ അല്ലെങ്കിൽ വാതകങ്ങൾ ഒന്നിച്ചൊഴുകുമ്പോൾ അതിരുകളിൽ ചുഴലികളും തിരമാലകളും രൂപപ്പെടുന്ന പ്രതിഭാസമാണ് കെൽവിൻ ഹെൽസംഹോൾട്സ് ഇൻസ്റ്റബിലിറ്റി. ഭൂമിയിലെ മേഘങ്ങളിലും സമുദ്ര തിരമാലകളിലും ശനിയുടെ അന്തരീക്ഷത്തിലുമെല്ലാം ഇത് കാണാറുണ്ട്. എന്നാൽ സൂര്യന്റെ ദൃശ്യമായ ഉപരിതലത്തിൽ ഈ പ്രതിഭാസവും അതിലൂടെയുള്ള കുഞ്ഞു ചുഴലികളും നേരിട്ട് കണ്ടെത്തുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇനി 3. സൂര്യന്റെ നിഗൂഢതകൾക്ക് ഉത്തരം ലഭിച്ചേക്കും. വർഷങ്ങളായി ശാസ്ത്രലോകത്തെ കുഴയ്ക്കുന്ന പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ഈ കണ്ടെത്തലിന് സാധിക്കും. കൊറോണയിലെ അമിത ചൂട്. സൂര്യന്റെ ഉപരിതലത്തിന് 5500 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളപ്പോൾ അതിന്റെ അന്തരീക്ഷമായ കൊറോണയ്ക്ക് ദശലക്ഷക്കണക്കിന് ഡിഗ്രി ചൂടുണ്ട്. എന്തുകൊണ്ടാണ് ഉപരിതലത്തേക്കാൾ അന്തരീക്ഷത്തിന് ഇത്രയധികം ചൂട് എന്ന വലിയ നിഗൂഢതയ്ക്ക് ഉത്തരം നൽകാൻ ഈ സൂക്ഷ്മ കാന്തിക ചുഴലികളുടെ പഠനത്തിലൂടെ സാധിച്ചേക്കും. 2. സൗര കൊടുങ്കാറ്റുകൾ. സൂര്യനിൽ നിന്ന് വലിയ തോതിൽ പ്ലാസ്മയും കാന്തികോർജവും പുറന്തള്ളപ്പെടുന്ന സോളാർ ഫ്ലെയറുകൾ എങ്ങനെ ഉണ്ടാകുന്നുവെന്നും ഭൂമിയിലെ GPS പവർ ഗ്രിഡ് സാറ്റലൈറ്റുകൾ എന്നിവയെ ബാധിക്കുന്ന ബഹിരാകാശ കാലാവസ്ഥ മുൻകൂട്ടി പ്രവചിക്കാനും ഇത് സഹായിക്കും. ഹവായിലെ ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ടെലസ്കോപ്പ്. ഹവായിലെ മൗയി ദ്വീപിലെ അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഈ കൂറ്റൻ സോളാർ ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ശാസ്ത്രജ്ഞരുടെ കമ്പ്യൂട്ടർ സിമുലേഷനുകൾ വഴി പ്രവചിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ടെലസ്കോപ്പ് നേരിട്ട് പകർത്തിയത് എന്നത് ശാസ്ത്രലോകത്തിന് വലിയ നേട്ടമായി.